കൊല്ലം അഞ്ചലിൽ 9-കാരനെ ജനലിൽ കെട്ടിയിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ യുവാവ് പിടിയിൽ. അഞ്ചൽ തേവർത്തോട്ടം കണിക്കോണം ചരിവിള പുത്തൻ വീട്ടിൽ മണിക്കുട്ടനെയാണ് പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തത്. പിന്നെ ഞാൻ ഈ സിറ്റൗട്ടിലോട്ട് വന്നപ്പോൾ മാമ അടുക്കളയിൽ പോയിട്ട് തിരിച്ചു വന്ന വഴി മാമ മുണ്ടഴിച്ചിട്ടിട്ടായിരുന്നു വന്നത്. പിന്നെ എന്നെ പൊക്കി എടുത്തോണ്ട് പായ കൊണ്ടുവന്ന് കിടത്തിയിട്ട് മാമന് അപ്പുറത്ത് കിടന്ന് അവിടുന്ന് ഞാൻ എണ്ണിച്ച് അമ്മുമ്മേന്ന് വിളിച്ചപ്പോൾ മാമ മൂക്കും വായും കൂടെ പൊത്തിയങ്ങ് പിടിച്ച്, പിന്നെ രണ്ട് കൈയും കൂടെ പിടിച്ച് ജനലിൽ കെട്ടിയിട്ടിട്ട് കാല് കെട്ടാൻ നോക്കിയപ്പം മറ്റേ കെട്ട് ഞാൻ അഴിച്ചിട്ട് മാമൻ കെട്ടുന്ന വഴി കൊണ്ട് ഞാൻ മറ്റേ കെട്ട് അഴിച്ചിട്ട് മാമന്റെ താടിക്ക് ഇടിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങാൻ നേരത്തെ പിന്നെ എന്നെ അവിടെ കൊണ്ടുപോയി. പിന്നെ അവിടുന്ന് ഞാൻ ചാടി എണ്ണിച്ച് കഥ തുറന്ന് ഇറങ്ങിപ്പോയിരുന്നു. താഴത്തെ ഒരു കൊച്ചു ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. ആ കൊച്ചു വ്യക്തമായിട്ട് ഈ കൊച്ചിനെ വിളിച്ച് ചോദിച്ചപ്പം ആ കൊച്ചിൻ്റെ അടുത്ത് അതിൻ്റെ വ്യവസ്ഥ വിവരമായിട്ട് പറഞ്ഞു. ആ വ്യവസ്ഥ വിവരം എല്ലായിടും അവൻ പറഞ്ഞിട്ടുണ്ട്. ഈ ചെറുക്കൻ തന്നെ കൊച്ചു തന്നെ ഇതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആ എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ് സ്റ്റേഷനിൽ ഡോക്ടറുടെ അടുത്തും സ്റ്റേഷനിലും പിന്നെ വക്കീലിൻ്റെ അടുത്തും എല്ലായിടത്തും പറഞ്ഞു. അരുൺരാജ് ഉണ്ട് വിശദമായ വിവരങ്ങളുമായി. അരുൺരാജ്, ആ കൊച്ചുകുട്ടിയാണ് അത് നേരിട്ട ദുരനുഭവത്തിന്റെ വിവരണം നൽകിയത്. ഈ സംഭവം എപ്പോഴാണ്? വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ലേ കുട്ടിയോട് ഈ അതിക്രമം കാട്ടുമ്പോൾ? ഗൂഗിൾ ജനുവരി 20-നാണ് ഈ സംഭവം നടക്കുന്നത്. 2 ദിവസം മുമ്പ് ഈ സംഭവത്തിന്റെ കാരണം ഇങ്ങനെയാണ് കുട്ടി വിവരിക്കുന്നത് പോലീസിന് മുമ്പാകെ. ഈ ഒരു സാധനം വാങ്ങാനാണ് ഈ മണിക്കുട്ടന്റെ കടയും വീടുമായി ചേർന്ന ഭാഗമാണ് അവിടേക്ക് എത്തുന്നത്. അവിടെ എത്തുന്ന സമയത്ത് ഈ കുട്ടി ഈ ആവശ്യം മുന്നോട്ട് വെച്ചു, തനിക്ക് ഈ സാധനം വേണം എന്നുള്ളത്. പക്ഷേ അവിടെ വെച്ച് മണിക്കുട്ടൻ ഈ കുട്ടിയെ കടന്നു പിടിക്കുകയും ആ സമീപത്തെ ഈ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആ വീട്ടിന്റെ കിടക്കയിലേക്ക് കൊണ്ടിടുകയുമായിരുന്നു. അവിടെ വെച്ച് കുട്ടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് കുട്ടി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയിൽ പറയുന്നത്. ഇതിനുശേഷം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ജനലിൽ കെട്ടിയിട്ട് കുട്ടിയെ വീണ്ടും പീഡിപ്പിക്കാൻ ഇയാൾ ശ്രമിച്ചത്. അവിടെ വെച്ച് വീണ്ടും കുട്ടി കയ്യിലെ കെട്ടഴിച്ച് ഇയാളെ ഉപദ്രവിച്ച ശേഷം അവിടെ നിന്ന് പുറത്തേക്ക് കടന്നു കളയുകയായിരുന്നു. പിന്നീട് ഈ വീട്ടിലെത്തി രക്ഷിതാക്കളോട് ഈ കാര്യങ്ങൾ വിവരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അഞ്ചൽ പോലീസിൽ രക്ഷിതാക്കൾ പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്നാണ് മണിക്കുട്ടനെ വീട്ടിൽ നിന്ന് അഞ്ചൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നിലവിൽ മണിക്കുട്ടനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. ഈ മണിക്കുട്ടൻ നേരത്തെ ഇത്തരത്തിൽ കുട്ടിയോട് പെരുമാറിയിട്ടുണ്ട് എന്നതാണ് കുട്ടി നൽകിയിരിക്കുന്ന വിവരത്തിൽ പറയുന്ന കാര്യങ്ങൾ. ഈ മണിക്കുട്ടനെ ഈ കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോക്സോ അടക്കമുള്ള വകുപ്പുകൾ പ്രകാരമാണ് മണിക്കുട്ടന്റെ കേസ് ഇപ്പോൾ അഞ്ചൽ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്.